ചിക്കു, ചക്കി, നിങ്ങൾ ക്ലാസ്സിൽ പോയിരുന്നോ? ഞാൻ വന്നോളാം. ഓക്കെ ഓക്കെ. ചിക്കുനെ സ്കൂളിലാക്കിയിട്ട് അർജുൻ ഇതെങ്ങോട്ട് പോയി? ഇവിടെ എങ്ങും കാണുന്നില്ലല്ലോ. എന്തിനാ നീ വീണ്ടും വന്നത് വിവേക്? സോറി ചാരു, കുറച്ചു മുമ്പ് വല്യമ്മ പെട്ടെന്ന് കയറി വന്നപ്പോ എന്ത് ചെയ്യണമെന്നൊന്നും പിടികിട്ടിയില്ല. അതാ പെട്ടെന്ന് പോയി കളഞ്ഞേ. അവര് കയറി വന്നു, ഇവര് കയറി വന്നു. അവര് വേണ്ടെന്ന് പറഞ്ഞു, ഇവര് തെറ്റിദ്ധരിക്കുമെന്നും പറഞ്ഞ് എന്നും ഇത് നിന്റെ പതിവ് തന്നെയാണല്ലോ. ഇന്ന് വരെ ഒരു നാളും എനിക്ക് വേണ്ടി നീ ധൈര്യത്തോടെ എന്റെ കൂടെ നിന്നിട്ടില്ലെന്ന് ഓർക്കണം. നമ്മളെ എതിർക്കുന്നവരോട് തിരിച്ചു പോരാടാനുള്ള ശക്തി നിനക്ക് ഒരിക്കലും ഉണ്ടായിട്ടുമില്ല. മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇത്രയും ചിന്തയും വിഷമവും ഉണ്ടെങ്കിൽ എന്നെ അങ്ങ് വിട്ടൂടെ വിവേക്? എന്നെ കല്യാണം കഴിക്കാനും ധൈര്യമില്ല, പ്രേമിക്കാതിരിക്കാനും പറ്റുന്നില്ല. എത്ര കാലം എന്ന് വെച്ചാ ഇങ്ങനെ? അപ്പോ ഇവരിതുവരെ കല്യാണം കഴിച്ചില്ലെന്നോ? ചാരു അപ്പൊ ഒറ്റയ്ക്കാണോ കഴിയുന്നത്? നിന്നെ മറക്കാൻ എനിക്ക് കഴിയുമായിരുന്നെങ്കിൽ അത് ഞാൻ എന്നേ ചെയ്തേനെ ചാരു. കുറച്ചു മുമ്പ് നിനക്ക് പ്രയാസമൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാ വല്യമ്മയുടെ മുന്നിൽ നിന്ന് ഞാൻ മാറിയത്. നീ എന്താ കരുതി വല്യമ്മയെ പേടിച്ചിട്ടാണെന്നോ? പ്രയാസം അതെനിക്ക് ഓർമ്മ വെച്ചപ്പോ തൊട്ട് കൂടെയുള്ളതല്ലേ. വളരെ കുഞ്ഞിലെ അച്ഛനെയും അമ്മയും നഷ്ടപ്പെട്ടവളാ ഞാൻ. അന്ന് തൊട്ട് തുടങ്ങിയ പ്രയാസങ്ങളാ. പക്ഷെ ചേച്ചി കൂടെ ഉണ്ടായിരുന്നു, അമ്മയുടെ സ്ഥാനത്ത് നിന്ന് ധൈര്യം തരാൻ. അതുകൊണ്ട് മാത്രം ആ വേദനയ്ക്ക് ഒരു അല്പം ആശ്വാസം കിട്ടിയത്. അപ്പൂപ്പനും കൂടെ മരിച്ചു പോയപ്പോ ഞങ്ങൾ ശരിക്കും അനാഥകളാവുമായിരുന്നു. ആ സമയത്താണ് യഥാർത്ഥ ബുദ്ധിമുട്ട് എന്താന്ന് അറിയുന്നത്. അപ്പോഴും അമ്മയായി കൂടെ നിന്നത് ചേച്ചിയാണ്. ആ ധൈര്യത്തിലാണ് ഞാൻ എന്റെ അനുജനം വളർന്നത്. പക്ഷെ ഒടുവിൽ ചേച്ചിയും കൂടെ ഞങ്ങളെ വിട്ട് അകന്നു പോയപ്പോ എല്ലാ ധൈര്യവും ചോർന്നു പോയി. ചേച്ചിയുടെ തണലിൽ കഴിഞ്ഞിരുന്ന സമയത്ത് ഈ ലോകത്തെക്കുറിച്ച് ഒരു പേടി ഉണ്ടായിരുന്നില്ല. എന്ത് വന്നാലും ചേച്ചി നോക്കിക്കോളുന്നുള്ള ധൈര്യമായിരുന്നു. ഭാവിയെക്കുറിച്ചുള്ള ആകുലതകൾ മനസ്സിലുണ്ടായിട്ടില്ല. പക്ഷെ ചേച്ചിയും കൂടെ ഞങ്ങളെ വിട്ട് അകന്നു പോയതിനു ശേഷമാണ് ലോകത്തെ കണ്ട് പേടിക്കാനും അധൈര്യപ്പെടാനും തുടങ്ങിയത്. എനിക്ക് ചുറ്റും ഒരുപാട് ആൾക്കാരുണ്ടെങ്കിലും ഞാൻ എപ്പോഴും ഒറ്റയ്ക്ക് തന്നെയാ. ഭാവിയെ കുറിച്ചുള്ള ചിന്തകളെല്ലാം മാഞ്ഞു പോയി. അല്ലെങ്കിൽ തന്നെ അനാഥയ്ക്ക് അതിനൊന്നും അർഹതയില്ലല്ലോ. ഇനി മുന്നോട്ട് എത്ര കാലം എന്ന് വെച്ചാ ചേച്ചി ഇല്ലാതെ എങ്ങനെ പിടിച്ചു നിൽക്കാന്ന് എനിക്ക് അറിയില്ല. എനിക്കിങ്ങനെ പ്രണയെന്ന് പറഞ്ഞ് പുറകെ നടക്കാൻ മാത്രമേ അറിയൂ. മറിച്ച് എല്ലാവരും എതിർത്ത് കൈ പിടിച്ച് കൂടെ കൂട്ടാൻ നിനക്കാവൂ. നീ ഒരിക്കലും അത് ചെയ്യില്ല. പിന്നെ എനിക്ക് വേണ്ടി നല്ലൊരു ഭാവി കണ്ടെത്തി തരാനായിട്ട് എന്റെ അപ്പൂപ്പനുമില്ല, ചേച്ചിയുമില്ല. ദിക്കറിയാതെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന എന്റെ മനസ്സ് ചുറ്റും കാണുന്ന എല്ലാത്തിനെയും കണ്ട് പേടിക്കാണ് വിവേക്. അതൊന്നും പറഞ്ഞാലും നിനക്ക് മനസ്സിലാവില്ല. എത്ര കാലം എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് എനിക്കും അറിയില്ല. ജീവിതത്തെ കുറിച്ചൊരു തീരുമാനം എടുക്കാനാവാണ്ട് ഒറ്റയ്ക്കുള്ള ഓട്ടം ഞാൻ ഒത്തിരി മടുത്തു വിവേക്. ചേച്ചിയെ കുറിച്ച് ചിന്തിക്കുമ്പോഴൊക്കെ തനിച്ചിരുന്ന് പൊട്ടിക്കരയാൻ മാത്രമേ എനിക്കാവുന്നുള്ളൂ. സാന്ത്വനിപ്പിച്ച് കൂടെ നിർത്താൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് കൊതിച്ചു പോവാറുണ്ട്. പക്ഷെ എനിക്ക് അങ്ങനെ ആരും ഇല്ലല്ലോടാ.
ഒന്നുമില്ലെങ്കിലും നിന്റെ തോളത്ത് ചാഞ്ഞിരുന്നൊന്ന് കരയാൻ പോലും എനിക്ക് അവകാശമില്ല വിവേക്. സോറി ചാരു, നിന്റെ സങ്കടം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നീ പേടിക്കണ്ട, എപ്പോഴും നിന്റെ കൂടെ കാണുമെന്ന് പറഞ്ഞ് നിന്നെ ആശ്വസിപ്പിക്കണം എന്നുമുണ്ട്. പക്ഷെ വീട്ടിലെ അവസ്ഥ അങ്ങനെ ആയതുകൊണ്ട് എനിക്ക് നിന്നെ കല്യാണം കഴിക്കാനാവുന്നില്ല. ഇപ്പൊ മേഘനടുത്ത് നമ്മോടൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ എന്നേ നമ്മുടെ രണ്ടുപേരുടെയും കല്യാണം കഴിഞ്ഞേനെ. നമ്മൾ ഒരുമിച്ചൊരു ജീവിതവും തുടങ്ങിയേനെ ചാരു. ഏട്ടത്തിയമ്മ പോയതോടു കൂടിയാണ് ആ വീടാകെ ഇരുട്ടിലായി പോയത്. നമ്മുടെ ജീവിതത്തിലുണ്ടായിരുന്ന പ്രകാശവും കെട്ടുപോയത്. അതൊക്കെ വിട്ടുകള വിവേക്. ഇപ്പൊ അതൊന്നും ആലോചിച്ചിട്ട് കാര്യമില്ല. എന്നാ നീ പൊയ്ക്കോ, എന്റെ ക്ലാസ് തുടങ്ങാറായി. ഗൗരിയമ്മേ, ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത്. ഞാൻ പറഞ്ഞോട്ടെ. എന്താ ചെല്ലപ്പാ? ചില കാര്യങ്ങള് നമ്മളിങ്ങനെ വച്ച് താമസിപ്പിക്കുന്നത് നല്ലതല്ല. നമ്മുടെ അർജുൻ കുഞ്ഞിന്റെയും മേഘക്കുഞ്ഞിന്റെയും മനസ്സിൽ എന്താ ഉള്ളതെന്ന് ഇനിയെങ്കിലും നമ്മൾ ചോദിച്ചറിയണ്ടേ? ആ ഒരു കാര്യത്തെക്കുറിച്ച് ചോദിക്കാൻ എന്റെ മനസ്സിന് എന്തോ ഒരു ധൈര്യം കിട്ടുന്നില്ല. കുറച്ചുകൂടി കഴിയട്ടെ എന്ന് മാത്രമാണ് എന്റെ മനസ്സ് പറയുന്നത്. ഗൗരിയമ്മേ, ഇത്രയും കാലം ഇങ്ങനെ വിചാരിച്ചിരുന്ന് 5 വർഷങ്ങൾ കടന്നുപോയില്ലേ? ഇനിയും വർഷങ്ങളോളം ആലോചിച്ചുകൊണ്ടിരുന്ന 5 അല്ല 10 വർഷങ്ങൾ കഴിഞ്ഞാലും അറിയില്ല. അതിനിടയ്ക്ക് അവരുടെ പ്രായവും കഴിഞ്ഞു പോകില്ലേ ഗൗരിയമ്മേ? പിന്നൊന്നും നമ്മളെ പിടിച്ചാ കിട്ടില്ല. ഇന്ന് തന്നെ കുഞ്ഞുങ്ങളുടെ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടെത്തുന്നതായിരിക്കും നല്ലതെന്നാണ് എന്റെ അഭിപ്രായം. ആയിക്കോട്ടെ ചെല്ലപ്പാ, അവരിങ്ങോട്ടേക്ക് വന്ന ഉടനെ ചോദിക്കാം. മേഘേ, മേഘേ. അർജുൻ, അവക്കെന്താടാ പറ്റി? മേഘ എന്തിനാ കരഞ്ഞോണ്ട് പോണേ? അത്രയ്ക്ക് വലിയ എന്ത് പ്രശ്നാ ഉണ്ടായേ? സ്കൂളിൽ ചെന്നപ്പോ തൊട്ട് ഇങ്ങനെ തന്നെയാ മേഘ. മേഘയ്ക്ക് അറിയാവുന്ന ആരെയോ അവിടെ വെച്ച് കണ്ടിട്ടുണ്ടാവുന്ന ഉറപ്പാ. അവരുടെ കൺമുൻപിൽ പെടാതിരിക്കാൻ മേഘ വല്ലാതെ ശ്രമിക്കുന്നുണ്ടായിരുന്നു. സ്കൂളിൽ കാല് കുത്തിയപ്പോ തൊട്ട് പാത്തും പതുങ്ങിയ മേഘ അവിടെ നടന്നിരുന്നത്. ഉറപ്പായിട്ടും അവളുടെ ഭൂതകാലവുമായി ബന്ധമുള്ള ആരോ ഇവിടെയൊക്കെ ഉണ്ട്. എന്തോ ഒരു കാര്യം അവളെ വല്ലാതെ അലട്ടുന്നുണ്ട്. ചോദിക്കാന്ന് വെച്ചാ വീണ്ടും ഭൂതകാലം ചെയ്യാന്ന് പറഞ്ഞ് അവൾ എന്തെങ്കിലും പറഞ്ഞാലോ എന്നുള്ള പേടിയുണ്ട്. അങ്ങനെ അവളെ വേദനിപ്പിക്കാൻ എനിക്ക് മനസ്സ് വരുന്നില്ല. എന്തായാലും നമ്മളായിട്ട് മേഘയോടൊന്നും ചോദിക്കണ്ട. അതല്ല അർജുൻ കുഞ്ഞ്, അമ്മയ്ക്ക് കുഞ്ഞിനോടെന്തോ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ടെന്ന്. ചെല്ലപ്പാ, അസ്ഥാനത്ത് കയറി ഓരോന്ന് പറയാണ്ട് മിണ്ടാതെ നിക്ക്. അമ്മേ, ആ, ഞാൻ ടെൻഡറിന് പോവാ. മേഘയുടെ അവസ്ഥ അത്ര പന്തിയോ അല്ല. എന്താ വേണ്ടെന്നൊരു പിടിയും കിട്ടുന്നില്ല. മേഘ എന്തിനാ സങ്കടപ്പെടുന്നതെന്ന് ചോദിക്കാതിരുന്നാ പോരെ? ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നതിൽ തെറ്റൊന്നുമില്ലല്ലോ. ശരി അമ്മേ, ഞാൻ എന്നാ പോയിട്ട് വരാം. എന്നോട് ക്ഷമിക്ക് ചാരു. ഞാൻ നിങ്ങളെ എല്ലാം ഉപേക്ഷിച്ച് ഇവിടുന്ന് പോയതിനു ശേഷം നിന്നെ വിവേക് കല്യാണം കഴിച്ച് കാണുമെന്ന് ഞാൻ കരുതിയത്. നീയും വിവേകും സന്തോഷമായിട്ടൊരു കുടുംബജീവിതം നയിക്കുകയാണെന്നാണ് കരുതിയത്. പക്ഷെ നീ ഈ ലോകത്ത് ഒറ്റപ്പെട്ടു പോയെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല മോളെ. നിന്റെ വിഷമത്തെ കുറിച്ച് ഞാൻ ചിന്തിച്ചില്ല. സത്യം പറഞ്ഞ തെറ്റ് പറ്റിയത് ഈ മന്ദബുദ്ധിക്ക. നിന്നോടുള്ള ഉത്തരവാദിത്തങ്ങളെല്ലാം ഞാൻ മാറ്റിവെച്ചു. എല്ലാ ഭാരവും ഇറക്കി വെച്ചിട്ട് ഞാൻ ഇവിടുന്ന് കടന്നു കളഞ്ഞു. എന്ത് ചെയ്യാനാ? എനിക്ക് ചുറ്റും സൃഷ്ടിക്കപ്പെട്ട പ്രശ്നങ്ങളെ പേടിച്ച്
അവരെ ഉപേക്ഷിച്ച് ഓടി ഒളിക്കേണ്ട അവസ്ഥയായിരുന്നു. എന്റെ അമ്മായിയമ്മയെയും നന്ദൻ കുടുംബത്തെയും രക്ഷിക്കാൻ വേണ്ടി ഞാൻ എന്തൊക്കെയോ ത്യജിക്കുകയാണെന്ന് കരുതിയതല്ലാതെ നിന്റെ ഭാവി ജീവിതത്തെ കുറിച്ച് ഞാൻ മറന്നു. ഞാനൊരു ദ്രോഹിയ, ഒരിക്കലും അങ്ങനെയൊന്നും ചിന്തിക്കാൻ പാടില്ലായിരുന്നു. ഇപ്പോഴുള്ള എന്റെ ജീവിത സാഹചര്യങ്ങൾ ഒരിക്കലും എന്നെ നിന്റെ മുന്നിലേക്ക് എത്തിക്കില്ല. നിന്നോടുള്ള കടമ ഞാൻ എങ്ങനെ ചെയ്തു തീർക്കും? ജേട്ടാ, ജേട്ടനോടൊരു കാര്യം പറയാനുണ്ട്. എന്തോന്നാണാവോ? അതെ, ഞാനിന്നാ ചെറുക്കനെ കണ്ടു കേട്ടാ. ഏത് ചെറുക്കനെ? എന്റെ ജയേട്ടാ, ഇന്നലെ രാത്രി ഐസ്ക്രീം കഴിക്കാൻ പോയപ്പോ ചക്കിയുടെ ഫ്രണ്ടായില്ലേ, എന്നിട്ട് കാലത്ത് ജോഗിങ്ങിന് മിഥുന്റെ കൂടെ വഴക്കൂടും ചെയ്ത് അർജുന്റെ മോനെ. ഓ, നീ അർജുന്റെ മോനെ കണ്ടായിരുന്നോ? എവിടെ വെച്ചാ? നമ്മുടെ മായമോള് പഠിക്കുന്ന സ്കൂളിൽ തന്നെ ജയേട്ടാ. ഇന്ന് അവൻ ജോയിൻ ചെയ്തത്. അതെ അതെ, ഇന്നലെ അവൻ പറഞ്ഞിരുന്നു. അതിരിക്കട്ടെ, ആ ചെറുക്കനെ കണ്ടതിൽ നീ ഇത്ര സർപ്രൈസിലാകാൻ കാര്യം എന്താ? അങ്ങനെ ചോദിച്ചാ, ആ ചെറുക്കനെ കണ്ടുമുട്ടിയപ്പോ ജയേട്ടനൊന്നും തോന്നിയില്ലേ? എങ്ങനെ തോന്നാതിരിക്കും? അവനൊരു കാന്താരി മുളക. പ്രായത്തിൽ കവിഞ്ഞ പക്വത, ബുദ്ധിയേക്കാൾ മികച്ച കാര്യപ്രാപ്തി, പെട്ടെന്ന് ആരോടും അടുക്കുന്ന സ്വഭാവ ഗുണം. കുഞ്ഞാണെങ്കിലും ആത്മാഭിമാനത്തിനൊന്നും ഒരു കുറവുമില്ല. ഒറ്റ വാക്കി പറയുകയാണെങ്കിൽ അവൻ ഒരു ആറ്റം ബോംബാണെന്ന് പറയുന്നതാ ശരി. അയ്യോ, അതൊക്കെ അവിടെ നിൽക്കട്ടെ. അവന് വേറൊരു പ്രത്യേകതയും കൂടിയുണ്ട്. അത് ചേട്ടൻ കണ്ടില്ലായിരുന്നോ? എന്താണത്? ചെറുപ്പത്തിലെ മിഥുനെ ഏട്ടന് ഓർമ്മയില്ലേ? ഇവനെ കാണാൻ അതുപോലെ തന്നെയുണ്ട്. ആണോ? ഞാൻ അത്രയ്ക്ക് അങ്ങോട്ട് ശ്രദ്ധിച്ചില്ലായിരുന്നു. അവന്റെ കുസൃതി നിറഞ്ഞ സംസാരം കേട്ട് നിങ്ങൾ അതിൽ ലയിച്ചു കാണും. അവന്റെ രൂപവും ഭാവവും ഒന്നും ശ്രദ്ധിച്ചു കാണില്ല. ചെറുപ്പത്തിലെ മിഥുനെ പോലെ തന്നെയുണ്ട് അവനെ കാണാൻ. മേഘനയും മിഥുനും സന്തോഷമായിട്ട് ജീവിച്ചിരുന്നെങ്കിൽ ഈ സമയത്ത് അവർക്കും ഇതുപോലൊരു കുഞ്ഞുണ്ടാവേണ്ടതായിരുന്നു. അവന്റെ വർത്താനവും അവന്റെ നോട്ടവും ആ മുഖവും എല്ലാം ശരിക്കും കുറെ വർഷങ്ങൾ ഞാൻ പിന്നോട്ട് പോയ പോലെ. പെട്ടെന്നൊരു ക്ഷണം എനിക്ക് അവനെ വാരിയെടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവരാൻ തോന്നി. അരുണിമേ, ഇന്നലെ വരെ മേഘമായായിരുന്നു മനസ്സിൽ. ഇപ്പൊ ചക്കിമോളോടുള്ള സ്നേഹം മറന്ന് നീ കാലു മാറിയോ അരുണിമേ? കൊച്ചുമോളോടുള്ള സ്നേഹം ഇപ്പൊ ആ ചെറുക്കനോടായെന്ന് തോന്നുന്നു. അതെന്താ, എന്റെ മായമോൾ എനിക്ക് ഇഷ്ടമാണെന്ന് കരുതി മറ്റാരോടും സ്നേഹവും വാത്സല്യം തോന്നിക്കൂടെ? ഏതാണ്ട് അവനും മായമോളെ പോലെ തന്നെയല്ലേ എനിക്ക്. അതിരിക്കട്ടെ, മിഥുനെന്ത് ഇതുവരെ എത്തിയില്ലേ? ഇന്ന് പുതിയൊരു പ്രോജക്ടിന്റെ ടെൻഡർ നടക്കുമല്ലേ, അവിടേക്ക് പോയിരിക്കുക. ഓ, ഒരു കാലത്ത് ആ അർജുന്റെ അച്ഛനും ഞാനും തമ്മിലായിരുന്നു മത്സരം. ഇപ്പൊ അത് അർജുനും മിഥുനും തമ്മിലായി. ഈ മത്സരം എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് ആർക്കറിയാം. ആ അരുണിമേ, എനിക്കൊരു നല്ല ചൂട് കാപ്പി കൊണ്ടുതാ. ഇപ്പൊ കൊണ്ടുവരേട്ടാ. ആ Jumping on my ass, push your chin and deliver, man. എല്ലാവർക്കും നമസ്കാരം. മംഗലാപുരം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ബിസിനസ് രാജാക്കന്മാരെ ഇവിടെ എത്തിയിരിക്കുന്നു. നിങ്ങളുടെയൊക്കെ സമയം വിലപ്പെട്ടതാണെന്നറിയാം. അതുകൊണ്ട് തന്നെ ഒന്നും വലിച്ചു കിട്ടുന്നില്ല. നേരിട്ട് പോയിന്റിലേക്ക് കിടക്കുകയാണ്. ഈ ഒരു പ്രോജക്റ്റിന് വേണ്ടി ഒരുപാട് പേര് ഒത്തിരി നല്ല കൊട്ടേഷൻസുമായി വന്നിട്ടുണ്ട്. പക്ഷെ ഏറ്റവും ഒടുവിൽ ഒരു നല്ല കൊട്ടേഷനുമായി മുൻപന്തിയിൽ വന്നിരിക്കുന്നത് ആരാണെന്ന് ഞാൻ പറയാം. അത് മായ ഗ്രൂപ്പ് ഓഫ് ഇൻഡസ്ട്രീസ്, അതിനോടൊപ്പം അർജുൻ ഗ്രൂപ്പ് ഓഫ് ഇൻഡസ്ട്രീസ് ആണ്. പക്ഷെ അവർ രണ്ടുപേരിൽ ഒരാൾക്ക് മാത്രമേ ഈ ടെൻഡറിൽ വിജയിക്കാനാകൂ. അതാരാണെന്നാൽ മിസ്റ്റർ മിഥുൻ നന്ദനാണ്.
ഹലോ മിസ്റ്റർ അർജുൻ, കട്ടയും പടവും മടക്കി സ്ഥലം വിടാൻ നോക്ക്. അതാ നിനക്ക് നല്ലത്. ഈ മംഗലാപുരം മുഴുവനും ഈ മിഥുൻ നന്ദന്റെ സാമ്രാജ്യം വ്യാപിച്ചു കിടക്കുക. ഇവിടെ നിനക്കിനി രക്ഷയില്ല. എന്നോട് പോരാടാനുള്ള കാലിബർ നിനക്കില്ല. ഡൽഹിയിലേക്കുള്ള ടിക്കറ്റ് വേണമെങ്കിൽ ബുക്ക് ചെയ്തു തരാം. പാക്ക് ചെയ്ത് റെഡി ആയിരുന്നു. ഹായ് ഫ്രണ്ട്. ഹായ് ചക്കി. ഞാൻ നിന്നെയും കാത്തിരിക്കായിരുന്നു. നമുക്ക് ഒന്നിച്ചിരുന്ന് ലഞ്ച് കഴിക്കാം. ഓക്കെ. ഇന്ന് നിനക്ക് വീട്ടിൽ നിന്ന് എന്താ തന്നു വിട്ടേക്കുന്നേ? വെള്ളരിക്ക മോര് കറിയും തേങ്ങാ ചമ്മന്തിയോ? നിനക്കെന്ത് തന്നു വിട്ടിരിക്കുന്ന ചക്കി? മാമ്പഴപ്പുളിശ്ശേരിയും കോവയ്ക്കാത്തറിഞ്ഞ. നമുക്ക് രണ്ടുപേർക്ക് ഷെയർ ചെയ്ത് കഴിക്കാം. ഓക്കെ. വാവ്, നിങ്ങളുടെ വീട്ടിലെ കൂട്ടാനൊക്കെ സൂപ്പർ ആയിട്ടുണ്ട്. എന്റെ അമ്മ ഉണ്ടാക്കുന്നതിനെല്ലാം നല്ല രുചിയാ. അമ്മ അടുക്കളയിൽ കുക്ക് ചെയ്യാൻ കേറുമ്പോ ചുറ്റുവട്ടത്തുള്ളവരൊക്കെ ഉണ്ടല്ലോ, അച്ചമ്മയോടും പപ്പയോടും ചോദിക്കാറുള്ളത്. അത്രയ്ക്ക് കൊതി വരുന്ന മണം അപ്പൊ വീട് മൊത്തം. ആണോ ചിക്കു? നീ എന്നിട്ട് എന്താ നിന്റെ അമ്മയെ ഇൻട്രൊഡ്യൂസ് ചെയ്യാത്ത? ഇന്ന് കാലത്ത് മമ്മി സ്കൂളിൽ വന്നിരുന്നല്ലോ. എന്നിട്ട് എവിടെ പോയി? ഞാൻ നിന്റെ കൂടെ എങ്ങും കണ്ടില്ലല്ലോ. ഇനി വരുമ്പോ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാട്ടോ. അല്ല ചക്കി, നിന്റെ വീട്ടില് കുക്ക് ചെയ്യുന്നതൊക്കെ ആരാ? എന്റെ വീട്ടില് പ്രിയംവദ കിച്ചണിൽ കേറാറേ ഇല്ല. മഞ്ചേരി വല്ലതും കുക്ക് ചെയ്ത വായി വെക്കാനും കൊള്ളൂല. പിന്നെ എന്റെ അച്ഛമ്മ എങ്ങാനും കിച്ചണിൽ കേറിയ അപ്പൂപ്പനത് സമ്മതിക്കുകയില്ല. അച്ഛമ്മയ്ക്ക് പിന്നെ സുഖമില്ലാണ്ടാവൂലേ. കുക്ക് ചെയ്യുന്ന ആന്റി വേറെ ഉണ്ട്. അവരുണ്ടാക്കുന്നതിനൊന്നും വലിയ സ്വാദും ഉണ്ടാവില്ല. എന്നാലും കഴിച്ചേ പറ്റൂ. ഞങ്ങളുടെ വീട്ടിലെ ഫുഡിനെക്കാളും നിങ്ങളുടെ ഫുഡ് അടിപൊളിയാട്ടോ. ആണോ ചക്കി? എന്നൊരു ദിവസം നിങ്ങൾ ഞങ്ങളുടെ വീട്ടിലോട്ട് വാ. എന്റെ അമ്മയോട് പറഞ്ഞാല് നിനക്ക് ഇഷ്ടമുള്ളതൊക്കെ എന്റെ അമ്മ ഉണ്ടാക്കി തരും ചക്കി. എന്റെ അമ്മ ഉണ്ടാക്കുന്ന ഗുലാബ് ജാമുൻ അടിപൊളിയാ ചക്കി. ആണോ ചിക്കു? എന്നാലേ ഇന്ന് സ്കൂള് കഴിഞ്ഞതിന് ശേഷം വൈകുന്നേരം എന്നെ വീട്ടിലേക്ക് കൊണ്ടുപോവോ? അപ്പോ നിന്റെ ഡാഡി സമ്മതിക്കോ? ആരോടും പറയാതെ പോവാൻ ചിക്കു. എന്ത് പറയുന്നു? എന്നാ ശരി ചക്കി. ശിവൻ ചേട്ടാ. ആ മേഡം. എന്താ എല്ലാരും ഡള്ളായിട്ടിരിക്കുന്നേ? എന്താ സംഭവം? അത് ഇന്ന് ടെൻഡർ നടന്നില്ലായിരുന്നോ മേഡം? അപ്പോ ടെൻഡർ നഷ്ടപ്പെട്ടു അല്ലേ? നഷ്ടത്തിലായ കമ്പനിയെ വീണ്ടും ഒന്ന് പിടിച്ചു നിർത്താൻ വേണ്ടി ഞാൻ നടത്തിയ ശ്രമം ഫെയിലായി പോയെന്ന് തോന്നുന്നു.